ഹായ് കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിക്സ് പയർ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും അത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. അപ്പോൾ ഞാൻ പയർ മുളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുളച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഒരു മിക്സ് കടല എല്ലാം ഉണ്ട്, കടല പയറൊക്കെ. അപ്പോൾ അത് മുളപ്പിച്ച് എടുത്തതാണ്. മുളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യത്തിനും എല്ലാം നല്ലൊരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഇതാ കടുകിട്ടു, മുളക്, പച്ചമുളക്, സബോള, പിന്നെ ഈ മുളക് പൊടി ഇട്ടു. ഡബ്ബയിലത്തെ കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ഞാൻ കൊട്ടിയെടുത്തു. കുറച്ചിട്ടിട്ടുള്ളൂ, കാരണം ഈ കാന്ത ലസുൺ എന്ന് പറഞ്ഞാൽ ഒനിയനും ഇത് ഗാർലിക്കും കൂടിയതാണ്. വെളുത്തുള്ളിയും സബോളയും കൂടിയിട്ടുള്ള എൻ്റെ മിക്സാണ്. അതിനകത്ത് മസാലയുണ്ട്. അത് നല്ലൊരു ടേസ്റ്റുള്ള മസാല. ഇവിടെ ഞങ്ങൾ ഘാട്ടി മസാല എന്ന് പറയും. മഹാരാഷ്ട്രീയൻസിൻ്റെ മസാലയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ കറിക്ക് നല്ല യോജിപ്പാണ്. തക്കാളി ഇട്ടു. ഇതിനെനിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു. ഞാൻ കറിയിൽ പയർ വേവിച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, മഞ്ഞൾ മാത്രം ഇട്ടിട്ടാണ് വേവിച്ചിരുന്നത്. അപ്പോൾ അതിനകത്തും കൂടെ ഉപ്പിട്ടു. ഇതിനകത്ത് മിക്സാക്കി ചേർത്ത് ഈ തക്കാളിയൊക്കെ വഴണ്ട് വരുമ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കി നമുക്ക് എടുക്കാം. ഇളക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സാവും. മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി നല്ലവണ്ണം അതിന് ശേഷം ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇട്ടിട്ട് അത് കറി അപ്പം നമുക്ക് റെഡിയായി. അപ്പോൾ ഇന്ന് ഇതെല്ലാം കറി പുട്ടിൻ്റെ കൂടെയാണിന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കറി. രാവിലത്തെ പ്രഭാത ഭക്ഷണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കി. ആ പുട്ടിൻ്റെ മേലെ അതാ ചേട്ടൻ ഇപ്പോൾ ജോലിക്ക് പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഇത് പുട്ടങ്ങ് കൊടുക്കാം. പുട്ടിന് മേലെ കറി ഒഴിക്കുമ്പോഴേക്കും തന്നെ അത് അടർന്നു പോയി. അങ്ങനെയാണ് സംഭവിച്ചത്, അടർന്നു പോയി. പുട്ടിൻ്റെ ഭംഗി പോയി. ഓക്കെ, നല്ല